വെള്ളപ്പോക്കിന് ആയുർവേദ പരിഹാരം. സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ പുറത്തു പറയാൻ മടിച്ച് ചികിത്സ തേടാതിരിക്കുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളപ്പോക്ക് അഥവാ ലുക്കോറിയ ഓർ വൈറ്റ് ഡിസ്ചാർജ്. സ്ത്രീകൾ, പ്രത്യേകിച്ച് വിവാഹിതരായവരുടെ പ്രധാന പരാതിയാണ് യോനിമാർഗത്തിലൂടെ വെള്ളം പോലെയോ വെള്ള നിറത്തിലോ സ്രവമുണ്ടാകുന്നു എന്നത്. നാട്ടിൻപുറങ്ങളിൽ മേഘം, അസ്ഥിയുരുക്കം, ഉഷ്ണത്തിന്റെ അസുഖം എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന വെള്ളപ്പോക്ക് പല സ്ത്രീകളെയും വളരെയധികം അസ്വസ്ഥരാക്കുന്നു. പരിഹാരമാർഗങ്ങൾ: ധാര. യുക്തമായ ഔഷധങ്ങളിട്ട് സംസ്കരിച്ച ഇളം ചൂടുവെള്ളം യോനിയിലേക്ക് നിർദ്ദിഷ്ട സമയം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സയാണിത്. ക്ഷാളനം. ഔഷധയുക്തമായ വെള്ളത്താൽ യോനീഭാഗം കഴുകുന്ന ക്രിയ. അവഗാഹം. ഔഷധങ്ങളിട്ട് ചൂടാക്കിയ വെള്ളം ഒരു വാവട്ടമുള്ള പാത്രത്തിലെടുത്ത് അതിൽ രോഗിയെ ഇരുത്തുന്ന ക്രിയ. പിച്ചു. ഔഷധയുക്തമായ കഷായത്തിലോ തൈലത്തിലോ മുക്കിയ തുണി യോനിക്കുള്ളിലേക്ക് നിർദ്ദിഷ്ട സമയം കടത്തിവെച്ച് നടത്തുന്ന ചികിത്സയാണിത്. മുസ്ലിഖദിരാദി കഷായം, ശതാവരിഗുളം, പുഷ്യാനുചൂർണം, അശോകാരിഷ്ടം, കദളീരസായനം എന്നീ ഔഷധങ്ങൾ അവസ്ഥാനുസൃതം വൈദ്യനിർദ്ദേശത്തോടുകൂടി കഴിക്കുന്നതും ഗുണം ചെയ്യും. ത്രിഫല കഷായം കൊണ്ടോ ആരഗ്വാധാദി കഷായം കൊണ്ടോ യോനീഭാഗം കഴുകുക. ജാത്യാദി ഘൃതത്തിൽ മുക്കിയ തുണിക്കഷ്ണം യോനിയിലേക്ക് കടത്തിവെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തുകളയുക എന്നിവയും വെള്ളപ്പോക്കിന് ഫലപ്രദമായ ആയുർവേദ ചികിത്സാരീതികളാണ്. കാരണങ്ങൾ: ഫംഗസ് ബാധ, യോനീഭാഗം വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുക, മാനസിക പിരിമുറുക്കം, ലൈംഗിക രോഗങ്ങളുടെ ഭാഗമായുള്ള വെള്ളപ്പോക്ക്, സെർവിക്കൽ പ്രശ്നങ്ങൾ. ലക്ഷണങ്ങൾ: യോനിയിൽ നിന്നും സ്ഥിരമായി ഉണ്ടാവുന്ന സ്രവം, ചൊറിച്ചിൽ, ചിലരിൽ ഇടയ്ക്കിടെ തലവേദന ഉണ്ടാകുന്നു, യോനിഭാഗത്തെ സ്ഥിരമായ നനവ് കാരണമുള്ള അസ്വസ്ഥത, വയറെരിച്ചിൽ, മൂത്രതടസ്സം, തളർച്ച, ശരീരം മെലിച്ചിൽ എന്നിവയുണ്ടാകുന്നു. എത്ര ഭക്ഷണം കഴിച്ചാലും ക്ഷീണം അനുഭവപ്പെടും. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.